അങ്ങനെ അവസാനം ഹീറോയിനെ വീട്ടിൽ അവളുടെ ഹസ്ബൻഡുകാരൻ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം അവളുടെ വീട്ടുകാർ മനസ്സിലാക്കുകയാണ്. അതേസമയത്ത് ഇവളുടെ ഡിവോഴ്സ് കേസ് ഹാൻഡിൽ ചെയ്യുന്ന ഇവളുടെ ഫ്രണ്ടായ വക്കീലിനാണെങ്കിൽ ഓൾറെഡി കല്യാണം കഴിയാണ്. പക്ഷെ അവന്റെ വൈഫ് ആണെങ്കിൽ അവൾ കയറി ചെയ്യുന്ന സമയത്ത് ഡ്രിങ്ക്സ് ചെയ്തുകൊണ്ട് വൈറ്റിലേക്ക് കുഞ്ഞ് അബോട്ടായി പോകും. അതിൽ ഡിപ്രസ് ആവുന്ന വക്കീലാണെങ്കിൽ വൈഫിനോട് പ്രശ്നം ഉണ്ടാക്കാൻ അവസാനം ഡിവോഴ്സ് വേണമെന്ന് പറയും. പക്ഷെ അവന്റെ വൈഫും ഒരു ലോയർ ആയിരിക്കും. അതുകൊണ്ട് അവളാണെങ്കിൽ നീ ചാവുന്നവരെ എന്നോട് മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ഇല്ല എന്ന് പറയാണ്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വക്കീൽ ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക ഹീറോയിനാണെങ്കിൽ പാടുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഇവനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീഴാണ്. അതിൽ മരിച്ചു പോവുകയാണ്. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ എന്തെയാണെന്ന് അറിയാതെ വേഗം റിസപ്ഷനിൽ പോയിട്ട് കാര്യം പറയാണ്. പക്ഷെ വരുന്ന പോലീസുകാരാണെങ്കിൽ ഇവളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകും. പോലീസുകാരാണെങ്കിൽ നിനക്കും ആ ലോയർ തമ്മിൽ എന്താ ബന്ധം ചോദിക്കുകയാണ്. അതിന് ഹീറോയിനാണെങ്കിൽ എന്റെ ഡിവോഴ്സ് കേസ് ഹാൻഡിൽ ചെയ്യുന്ന ലോയർ ആണെന്ന് പറയും. എന്നാൽ ആ പോലീസുകാരനാണെങ്കിൽ ഇവളും ആ ലോയർ തമ്മിൽ എന്താ അഫയർ ഉള്ളവർ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ പേടിച്ചിട്ട് ഞാൻ ആരെങ്കിലും കോൾ ചെയ്യാൻ എനിക്ക് ഫോൺ വേണമെന്ന് പറയും. എന്നാലും നിന്നെ പോലുള്ള പെണ്ണിനൊന്നും ഫോൺ തരാൻ പറ്റില്ല എന്ന് പറയണം. ആ സമയത്ത് അവിടെയാണെങ്കിൽ ഒരു വയസ്സായ ലോയർ ഉണ്ടാകും. അയാളാണെങ്കിൽ ഹീറോ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ലോയറും ഇവളെ സപ്പോർട്ട് ചെയ്ത് ഫോൺ കൊടുക്കാൻ പറയാണ്. സോ ഹീറോയിനും അവളുടെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് നടന്ന കാര്യം പറയും. അവളാണെങ്കിൽ വക്കീലിന്റെ വൈഫിനെയും വിളിച്ച് കാര്യം പറയണം. അതേസമയത്ത് പോലീസുകാരാണെങ്കിൽ ഹീറോന്റെ ഹസ്ബൻഡിനെയും വരാൻ പറയാണ്. സ്റ്റേഷനിലേക്ക് വരുന്ന ഹീറോന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇവളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം നടക്കുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമുള്ള വെളിയിൽ പോയി എന്ന് പറയും. പക്ഷെ ഇതൊന്നും പോലീസുകാരെ വിശ്വസിക്കുന്നുണ്ടാവില്ല. അതേസമയത്ത് ഹീറോയിനാണെങ്കിൽ തെറ്റായി പെണ്ണെന്ന രീതി സംസാരിക്കുന്നുണ്ടാവും. കാര്യാരൻ അങ്ങോട്ട് വരുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ഇവൾ പ്രോസ്റ്റിറ്റ്യൂട്ട് അറിയാം. പക്ഷെ ഇവളുടെ വക്കീലോട് തന്നെ കിടക്കുന്ന അറിയില്ല എന്ന് പറയും. ഒരു തെറ്റും ചെയ്യാത്ത ഹീറോന്റെ കണ്ണെന്ന് അറിയാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടേക്കാണെങ്കിൽ അവന്റെ വൈഫും വരും. അങ്ങനെ പോലീസുകാരും അവന്റെ വൈഫും ഇവളുടെ ഹസ്ബൻഡും ചേർന്ന് ഇവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ്.